ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സായിട്ടുള്ള ഒരു 3 പേരുണ്ട്. അപ്പോൾ അവരുമായിട്ട് ഒരു ദിവസം നമ്മുടെ ദി സോൾട്ട് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നമ്മുടെ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് നോക്കാം കേട്ടോ. ഞാൻ ഒറ്റയ്ക്കല്ല പോയത്, എൻ്റെ കൂടെ അപ്പൂസും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ആദ്യമേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മക്കളെ ഒന്നും ആരും കൊണ്ടുവരണ്ട, നമ്മൾ മാത്രമായിട്ട് അങ്ങനെ പോകാം എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ എന്ത് ചെയ്യാം, എൻ്റെ കൂടെ അപ്പൂസ് വന്നു, പിന്നെ അതുപോലെ എൻ്റെ കൂട്ടുകാരിയുടെ കൂടെ അവളുടെ മോളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. വേറെ 2 പേര് പിള്ളേരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവരൊക്കെ ആയിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് നമ്മുടെ സോൾട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കാനുള്ള ഇതെന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് മെനു കാർഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണേ. അപ്പോൾ നമ്മൾ 4 പേരും 4 ടൈപ്പ് ഡിഷാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ആദ്യം തന്നെ ഇതാ മോമോസാണ് കേട്ടോ വന്നത്. അതിൻ്റെ ഉള്ളിൽ ചിക്കൻ്റെ ഫില്ലിംഗ് ഒക്കെ വന്നിട്ട് ഒരു പപ്പടത്തിലാണ് കേട്ടോ അവർ ഇങ്ങനെ ഗാർണിഷ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചേക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ ക്വാണ്ടിറ്റി കുറവാണ്. പിന്നെ ഇതാ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ടുള്ള കോഴ്സിൽ വന്നത് കാഫ് ചിക്കൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ബുൾസൈയൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാണ്, അവരുടെ പ്രസൻറ്റേഷൻ തന്നെ നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ അതിൻ്റെ കൂടെ 2 ടൈപ്പ് സോസും പിന്നെ സ്വീറ്റ് കോൺ, അതുപോലെ എന്താ പറയുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതും സൈഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്കിതാ ഫലൂഡ നേഷ്യയിൽ പോയിട്ട് ഫലൂഡ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പിന്നെ അങ്ങനെ പ്ലാൻ ചെയ്തേ. അപ്പോൾ നമ്മൾ ഭയങ്കര ഹെവി ആയിട്ടൊന്നും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളിത് ഫലൂഡ ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 4 പേരും 4 ടൈപ്പ് ഫലൂഡയാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നമുക്ക് 4 ഫ്ലേവറും കഴിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഓരോരുത്തർ ഫലൂഡയ്ക്കൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അപ്പൂസിന് എന്താ പറയുക, റോയൽ ഫലൂഡ വേണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ റോയൽ ഫലൂഡയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ നന്നായിട്ട് തന്നെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ടുള്ള അടിപൊളി റോയൽ ഫലൂഡ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മളത് കഴിക്കാൻ വേണ്ടി തുടങ്ങുവാണ്. ഞങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ ഇവരായിട്ട്. അപ്പോൾ നിങ്ങളെൻ്റെ നേരത്തെ വീഡിയോസൊക്കെ കണ്ടവർക്ക് അറിയാം ഇവരെക്കുറിച്ചൊക്കെ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ റോയൽ ഫലൂഡ വന്നു. അപ്പോൾ അപ്പൂസിന് നന്നായിട്ട് ചുമയുള്ളത് കൊണ്ടിട്ട് ഞാൻ ഒരെണ്ണേ വാങ്ങിയുള്ളൂ കേട്ടോ. കാരണം ഒരെണ്ണം ഫുള്ളായിട്ട് അവൻ കഴിക്കില്ല, കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ല ചുമയായിരിക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഒരെണ്ണേ വാങ്ങിയുള്ളൂ. അപ്പോൾ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ റോയൽ ഫലൂഡ, നല്ല തണുപ്പുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജിപ്സി ഓർഡർ ചെയ്തത് മാംഗോൻ്റെ പുള്ളപ്പ് മീ ഫലൂഡയുണ്ടല്ലോ, അതാണ് അവൾ ഓർഡർ ചെയ്തത് കേട്ടോ. നല്ല ഫലൂഡ തന്നെയാണ്, നമ്മളിങ്ങനെ ഗ്ലാസ്സിങ് ഇങ്ങനെ പൊക്കിയിട്ട് എടുക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. പക്ഷേ നമ്മുടെ റോയൽ ഫലൂഡയുടെ അത്ര റിച്ച് അല്ല, ഇതിൽ കൂടുതലും ഐസ്ക്രീമും പിന്നെ മാംഗോൻ്റെ ചെറിയ ചെറിയ പീസുകളൊക്കെയാണ് കേട്ടോ ഉള്ളത്. ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ക്വാണ്ടിറ്റി ഇച്ചിരി കുറവാണ്. അപ്പോൾ അതൊക്കെ ആയിട്ട് ഞങ്ങൾ കഴിക്കുകയാണ്. അപ്പോൾ ഷാഹിനയുടെ ഒരു ഫലൂഡയും കൂടി ഉണ്ട് വരാനായിട്ട്. അപ്പോൾ അതിന് ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിഗ്രി ലെവലിൽ ഉള്ള ഫ്രണ്ട്ഷിപ്പാണ് ഇത്. ഞങ്ങൾ എല്ലാ വർഷവും ഇതുവരെ നമ്മുടെ 2024 വരെ എല്ലാ വർഷവും ഞങ്ങൾ ഒരുമിച്ച് ഒരു പ്രാവശ്യമെങ്കിലും എന്തായാലും കാണും കേട്ടോ. ഒന്നില്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലായിരിക്കാം, അല്ലെങ്കിൽ ആരുടെയെങ്കിലും വീട്ടിലായിരിക്കാം. അങ്ങനെ നമ്മൾ വർഷത്തിലൊരു പ്രാവശ്യമെങ്കിലും നമ്മൾ മീറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ ഫലൂഡ വന്നു. അത് നമ്മുടെ ചോക്ലേറ്റ് സിസിലർ എന്ന് പറയുന്ന ഫലൂഡയാണ് കേട്ടോ. ഇത് നല്ല ബട്ടറിൻ്റെയൊക്കെ ടേസ്റ്റ് കൂടുതൽ നിൽക്കുന്ന ഒരു ഫലൂഡയാണ്. പിന്നെ അതെല്ലാം ബ്ലാക്ക് പ്ലേറ്റ് നല്ല ഹോട്ടാണ് കേട്ടോ, ഭയങ്കര ചൂടാണ്. നമ്മുടെ കൈ അറിയാതെ കൊണ്ടു കഴിഞ്ഞാൽ അത്രയും നമ്മൾ കെയർ ചെയ്തിട്ട് വേണം ഇത് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇങ്ങനെ ഒരു കത്തിയ ഒരു ടേസ്റ്റ് ഉണ്ട്, ഒരു പുക ചൊവയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇത്രയും ഇങ്ങനെ നന്നായിട്ട് ഹീറ്റായിട്ട് കൊണ്ടുവരണം കൊണ്ടിട്ട് അങ്ങനെ ഒരു ചെറിയൊരു പുക ചൊവ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു കേട്ടോ. ബാക്കി നോക്കുകയാണെങ്കിൽ ടേസ്റ്റൊക്കെ ഓക്കെയാണ്. പക്ഷേ ഷാഹിനയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത്. ഞങ്ങൾ 4 പേര് 4 ഫ്ലേവർ ഓർഡർ ചെയ്തത് കൊണ്ടിട്ട് എല്ലാ ടൈപ്പും നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റി കേട്ടോ. അപ്പോൾ 2 റോയൽ ഫലൂഡ മാത്രമേ സെയിം ആയിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി 2 ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം അതൊക്കെ കഴിച്ച് ഫിനിഷായി.
അങ്ങനെ നമ്മളിതാ ഇന്നത്തെ നമ്മുടെ ഔട്ടിങ് കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത വർഷം ഇതുപോലെ ഒരുമിച്ച് കൂടാനായിട്ട് ഞങ്ങളങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ്. ഇനി ഇതുപോലെ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. ബൈ.